അപ്പോൾ നമ്മളിന്ന് ഷേര് പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ അനുവാണ് മീൻ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ കുരുമുളക്, കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കറിവേപ്പിലയുടെ തണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലെ കരിമീൻ ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് പൊള്ളിക്കാൻ പോകുന്നത്. അപ്പം നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് നല്ല സ്ട്രോങ് അതിൻ്റെ മുള്ള്, വളരെ കഷ്ടപ്പെട്ടാണ് ഞാനിതിൻ്റെ വെട്ടി പരുവത്തിലാക്കിയത്. നല്ല മാംസമുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉള്ളിലെല്ലാം മസാല നന്നായിട്ട് തിരകി പിടിപ്പിക്കുക. ഇപ്പം മസാല നമ്മളെല്ലാം അതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന മസാല നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അത് കളയണ്ട, അത് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ ഈ മീൻ ഒരു 1-2 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ ഫ്രിഡ്ജിൽ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂർ നമുക്കിതിനെ മാറ്റി വെച്ചേക്കാം. പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം റെഡിയാക്കാം. അപ്പോൾ അതിന് ചുമന്നുള്ളിയാണ് എൻ്റെ ഒരു പിടി, 1-1.5 പിടിയുണ്ട് ചുമന്നുള്ളി. അപ്പോൾ അത് ചെറുതായിട്ട് വട്ടത്തിലരിയുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചത്, അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ചത്, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ നമ്മുടെ സ്വന്തം കാന്താരി. അപ്പോൾ കാന്താരി തന്നെ വേണമെന്നില്ല, പച്ചമുളകായാലും മതി. ഇപ്പം എൻ്റെ കാന്താരി ഉള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ചേർത്ത് അതൊന്ന് തണ്ടോടുകൂടി ചെറുതായിട്ട് ചതച്ചത്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒരു ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ പാത്രം അല്ല, സോറി, ചെറിയ പാത്രവും വലിയ മീനുമായിപ്പോയി. നമുക്ക് നോക്കാം എന്താകും. അപ്പോൾ ഞാനൊരുവിധം ഫിഷ് തിരിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. പക്ഷേ അത് ചെറിയ പാത്രമായതുകൊണ്ട് നമ്മൾ ആ വാലിൻ്റെ സൈഡും ഇതിൻ്റെ ഹെഡിൻ്റെ സൈഡും ഒന്നും കൂടെ ഒന്ന് ആക്കണം. ഷാലോ ഫ്രൈ മതി. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത ആ ബാലൻസ് എണ്ണ ഇത്തിരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യമുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുമന്നുള്ളി തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുമന്നുള്ളി വേണം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില അത് 2 കണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ നിറത്തിലായി. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇനി ഇതിൻ്റെ കൂടെ ചേർന്ന് വെന്ത് അതിൻ്റെ എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അരപ്പിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ അരപ്പിൽ വെള്ളമെല്ലാം വറ്റിയിട്ട് അതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിനകത്തോട്ട് വെച്ച് എടുക്കാം. ഇത്തിരി ഹെവി ഫിഷായതുകൊണ്ട് എടുക്കാൻ ഇച്ചിരി പാടുപെട്ടു. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് അതിലെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അതും കൂടെ ഇതിലൊഴിച്ച് ഇതിനകത്തോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കട്ടിയുള്ള തേങ്ങാപ്പാലിനകത്തും കൂടെ കിടന്ന് വറ്റി വരണ്ട് അതിൻ്റെയും കൂടെ നെയ്യ് തെളിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ മീനകത്ത് മസാലയെല്ലാം പിടിക്കും.
ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കാം, ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിനകത്ത് കിടന്ന് ഇങ്ങനെ വെറ്റി ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഈ മീനകത്ത് പിടിക്കണം. ഇപ്പം തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകി വരുന്നുണ്ട്, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ പറ്റിയതിന് ശേഷം നമുക്ക് വാഴയിലേക്കകത്ത് വെച്ച് പൊള്ളിക്കാം. ഇപ്പോൾ മീൻ്റെ എല്ലാ സൈഡിലോട്ടും ഞാൻ മസാല കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് വറ്റി ഈ മീനകത്തുനിന്ന് ചേരണം. അപ്പോൾ നമുക്ക് പൊള്ളിക്കാനുള്ള വാഴയില വട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇലയിലോട്ടെടുത്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ കുറച്ച് മസാല ആദ്യം കുറച്ച് നമുക്ക് ഇങ്ങനെ വെക്കാം. ബാക്കിയുള്ള മസാല എൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ഇത് പൊതിയാൻ പോവാണ്. ഇലയ്ക്ക് ഇച്ചിരി വീതി കുറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു പീസ് നടുക്കെടുത്ത് വെച്ചിട്ടുണ്ട്. നടുക്കെടുത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മസാലയെല്ലാം പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതോടെ റാപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി തവയിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം നമ്മൾ പാനകത്തോട്ട് കരിയാതിരിക്കുക ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി എണ്ണ ഒഴിച്ചെടുത്താൽ മതി, ആ ഇലയോ അത് കരിയാതിരിക്കാനുണ്ട്. അടിഭാഗത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കുക. എടുത്തതിനകത്ത് വെച്ച് കൊടുക്കുക. ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമ്മളിനി അടുത്ത സൈഡിലോട്ട് മറിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് അടുത്ത സൈഡും വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡും ശരിയായി. നമുക്കിനി ഒരു 5 മിനിറ്റ് തണുത്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. സ്പൂൺ വെച്ച് തട്ടതിനകത്തൊന്നും